ഏതാണ്ട് 25 വർഷത്തെ കേസുകൾ നമ്മൾ ഹിസ്റ്ററി എടുത്തു. ആ ഹിസ്റ്ററി മുഴുവനും കേരളം തോൽക്കുന്നു, തമിഴ്നാട് ജയിക്കുന്നു. കേരളം ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു എവിഡൻസുകളും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വന്നിട്ടില്ല. കോടതിയിൽ വന്നിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ ഇപ്പോൾ 386/2001 ആയാലും അത് 2006, അതുപോലെ 3/2006 ആയാലും 7/5/2014 വിധി ആയാലും ഈ വിധിയിലൊക്കെ വന്നിട്ടുള്ളത് കേരള താല്പര്യത്തിനെതിരാണ്. അല്ലാതെ കേരളം ഒന്നും കൊടുത്തിട്ടില്ലെന്നാണോ? കേരളം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, നിയമപരമായി ചെയ്യേണ്ട ചില എവിഡൻസുകൾ ഹാജരാക്കാനോ നിയമപരമായി എടുക്കേണ്ട ചില നടപടിക്രമങ്ങൾ ചെയ്യാനോ കേരളം ഒന്നും ചെയ്തിട്ടില്ലെന്ന് വാസ്തവം നമുക്ക് രേഖ മനസ്സിലാക്കും. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ അങ്ങേക്ക് അത് കാണിച്ചു തരാം. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കേരള സർക്കാരിനാണ്. അപ്പം അവർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇവർ പലപ്പോഴും അലംഭാവം കാണിക്കുകയാണ് ഈ കാര്യത്തിൽ. ഈ പ്രേമചന്ദ്രൻ മന്ത്രി ആയിരുന്നപ്പോഴും ചെയ്തിട്ടില്ലേ? എൻ്റെ നോട്ടത്തിൽ കേരള സർക്കാർ ഇന്ന് വരെ കഴിഞ്ഞ 5 മിനിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ 0 എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അങ്ങനെ എങ്ങനെ ആധികാരികമായി പറയുന്നു? ആധികാരികമായിട്ട് പറയാൻ വേണ്ടി ഒരു കേസ് ജയിക്കണ്ടേ? നമ്മൾ ഇതുവരെ സുപ്രീം കോടതിയിൽ ഒരു കേസും ജയിച്ചിട്ടില്ല. നമ്മുടെ ഏത് കേസാണ്? മാത്രമല്ല, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം പ്രതിയായിട്ടാണ് വരുന്നത് എല്ലാ കേസിലും. കേരളം വാദിയായിട്ട് ഇതുവരെ ഒരു കേസും വന്നിട്ടില്ല. അതായത് തമിഴ്നാട് വാദിയാകുന്നു, കേരളം പ്രതിയാകുന്നു. നമ്മൾ കോടാനുകോടി രൂപ ചെലവാക്കി വക്കീലന്മാർ വെക്കുന്നു, കൗൺസിൽ അത് നടത്തുന്നു, അതിനെ ചെലവാക്കുന്നത് മാത്രമല്ല നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ ഇതുവരെ, എൻ്റെ ചോദ്യം, അതായത് പലപ്പോഴും കേരളം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നല്ലാതെ നമ്മൾ ഇതുവരെ ഇത് പൊളിച്ചു കളയണമെന്ന് കേസ് കൊടുത്തിട്ടില്ലേ? ഇതുവരെ ഇല്ല. ഡികമ്മീഷൻ ചെയ്യണമെന്നോ ഇനി ഇവിടെ ഒരു ഡാം പശ്ചിമഘട്ടത്തിൽ വേണ്ടെന്നോ കേരളം പറഞ്ഞിട്ടില്ല ഇതുവരെയും. നേരെ മറിച്ച് ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പുതിയൊരു ഡാമിൻ്റെ പ്രപ്പോസൽ കൊടുത്തിരിക്കുക കേന്ദ്രത്തിന്. രേഖാമൂലം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഡാം പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൻ്റെ CWCയുടെ ഫയലിൽ ഇല്ലെന്ന് അവർ രേഖാമൂലം തന്നു. അപ്പോൾ ആ പ്രപ്പോസൽ കൊടുത്തിട്ടില്ലേ? പ്രപ്പോസൽ കൊടുത്തു എന്ന് നമ്മളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ ആ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അവരില്ലെന്ന് പറയുമോ? കേന്ദ്ര സർക്കാർ തന്ന മറുപടിയിൽ ഡാം പ്രപ്പോസൽ അതിൽ പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ തവണ ഇൻസ്പെക്ഷൻ നടത്തിയല്ലോ സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ, ആ ഇൻസ്പെക്ഷൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി ഞാൻ എടുത്തു. ഈ കഴിഞ്ഞ മിനിറ്റ്സിൻ്റെ കോപ്പി. ആ മിനിറ്റ്സിൻ്റെ കോപ്പിയിൽ അവസാന പാരഗ്രാഫിൽ പുതിയ ഡാം സംബന്ധിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. അത് അവരുടെ കൺസേൺ അല്ലെന്നാണ് ആ കമ്മിറ്റി തന്നെ എഴുതിയിട്ടുള്ളത്. അവർക്കത് നോക്കണ്ട, അവർക്കത് നോക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അവർക്കത് നോക്കാനുള്ള ചോയ്സ് കൊടുത്തിട്ടില്ല. അവർക്ക് ഇത് മാത്രം സുരക്ഷ, ടേംസ് ഓഫ് റെഫറൻസ് ഇല്ല.